ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിൽ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്ററിൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്? ഞാനിവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കിഡ്നീനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലേ. ഇങ്ങനെ പുറം ഭാഗം മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് കിഡ്നിയുടെ അകത്തുള്ളതെന്ന് പഠിക്കണ്ടേ നമുക്ക്. അപ്പം അതിനെപ്പറ്റി എന്തായാലും നമുക്ക് എക്സാമിന് ഷുവർ ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ കിഡ്നിയുടെ ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പഠിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാം, പഠിക്കാം നമുക്ക്. ആദ്യം നമുക്ക് റീനൽ ആർട്ടറിയും വെയിനും എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാമായിരിക്കാം എന്താണ് റീനൽ ആർട്ടറി, എന്താണ് റീനൽ വെയിൻ എന്നല്ല അല്ലേ. പക്ഷെ എല്ലാവർക്കും ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു തരാം എന്താണ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നറിയോ, ഈ നമ്മുടെ കിഡ്നിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? റീനൽ ആർട്ടറി. ഓക്കെ, ദ റീനൽ ആർട്ടറി ഈസ് ദ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആർക്ക് എത്തിച്ചു കൊടുക്കും? കിഡ്നിക്ക് എത്തിച്ചു കൊടുക്കുന്ന ബ്ലഡ് വെസലാണ് നമ്മുടെ ആര്? റീനൽ ആർട്ടറി. അപ്പോൾ ആരായിരിക്കും റീനൽ വെയിൻ? അതെ, നമ്മുടെ കിഡ്നിയിൽ നിന്നുള്ള ബ്ലഡ് പുറത്തോട്ട് കൊണ്ടുവരുന്ന ആളാണ് ആര്? റീനൽ വെയിൻ. അപ്പോൾ നമ്മുടെ കിഡ്നിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്ന ബ്ലഡ് അല്ലേ, ആരാ കൊണ്ടുവരുന്നേ? റീനൽ വെയിൻ. അത് നല്ല ബ്ലഡ് ആണോ? അല്ല, അത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റീനൽ ആർട്ടറി എന്നും വെയിൻ എന്നും മനസ്സിലായോ? റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ കിഡ്നിയിലോട്ട് കൊടുക്കുന്നു, ടു ദ കിഡ്നി. വെയിനോ, റീനൽ വെയിൻ എന്ത് ചെയ്യുന്നു? ബ്ലഡ് കിഡ്നിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്ലിയർ ആണേ. ഇനി നമ്മൾ എന്താണ് കോർട്ടെക്സ്, അതേപോലെ എന്താണ് മെഡുല എന്ന് നോക്കാവേ. ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കോർട്ടെക്സ്. ഫിഗർ നോക്കിയിട്ടെന്ന് പറഞ്ഞേ. കിഡ്നിയുടെ ഒരു ഔട്ടർ മോസ്റ്റ് റീജിയൻ ആണ് എന്ത്? കോർട്ടെക്സ്. കറക്റ്റാണ്. അതിൽ നമുക്ക് നമ്മുടെ ഇനി പഠിക്കാൻ പോകുന്ന ഗ്ലോമെറുലസ്, ബൗമൻസ് കാപ്സ്യൂൾ, അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഈ കോർട്ടെക്സ് ഭാഗത്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. നിങ്ങളിപ്പോൾ തൽക്കാലം എന്ത് പഠിക്കുക? കിഡ്നിയുടെ ഔട്ടർ മോസ്റ്റ് റീജിയന് നമ്മൾ പറയുന്ന പേരാണ് കോർട്ടെക്സ് അല്ലേ. ഇനി അപ്പം എന്താണ് മെഡുല? മെഡുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോർട്ടെക്സിന് താഴെയായി കാണപ്പെടുന്ന കിഡ്നിയുടെ ഇന്നർ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡുല. ഓക്കെ, അപ്പം എന്താണ് കോർട്ടെക്സ് എന്നും എന്താണ് മെഡുല എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇനി നമ്മൾ നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതെ, നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? നെഫ്രോൺ. അപ്പോൾ നമ്മൾ ആ നെഫ്രോണിനെ പറ്റി കൂടുതൽ പഠിക്കണ്ടേ? യെസ്. അപ്പോൾ നെഫ്രോണിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനും വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ കിഡ്നിയിലെ നെഫ്രോണാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയിൽ മില്യൺസ് ഓഫ് നെഫ്രോൺസ് ആണ് ഓരോ കിഡ്നിയിലും ഉള്ളത്. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം ക്ലിയർ ആയോ? നെഫ്രോൺ വരെ. ഇനി നമുക്ക് നെഫ്രോണിൻ്റെ ഓരോ സ്ട്രക്ചറിനെ പറ്റി, നെഫ്രോണിൽ എന്തൊക്കെ ഉണ്ട്, നെഫ്രോണിലെ ഓരോ ഭാഗങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഭാഗമാണ് എന്ത്? ബൗമാൻസ് കാപ്സ്യൂൾ. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾക്ക് കാണാനില്ലേ? ഈ ഫിഗറിൻ്റെ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ നെഫ്രോൺ കേട്ടോ. മൊത്തത്തിൽ അതിങ്ങനെ വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. ബൗമാൻസ് കാപ്സ്യൂൾ അതിനെ വലുതാക്കിയിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഈ ഫിഗറിൽ ആകെ കുറേ വയേഴ്സ് കിടക്കുന്ന പോലെയില്ലേ? അങ്ങനെയാണ് നമ്മുടെ നെഫ്രോൺസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ബൗമാൻസ് കാപ്സ്യൂൾ നോക്കാം. ഒരു ഡബിൾ ലെയേർഡ് 2 വോളുള്ള കപ്പ് ഷേപ്പുള്ള ഒരു സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ബൗമാൻസ് കാപ്സ്യൂൾ. അപ്പം നമ്മുടെ നെഫ്രോണിൻ്റെ തുടക്ക ഭാഗം തന്നെ ആരാണ്? ഈ ബൗമാൻസ് കാപ്സ്യൂളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഡബിൾ വോൾഡ് ആയിട്ടുള്ള കപ്പ് ഷേപ്പുള്ള നമ്മുടെ ബൗമാൻസ് കാപ്സ്യൂളിൻ്റെ അകത്തായിട്ട് ഒരുപാട് നെറ്റ്വർക്ക്സ് ഓഫ് കാപ്പിലറീസ് ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞേ?
നമ്മുടെ ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്തായിട്ട് ഒരുപാട് നെറ്റ്വർക്ക്സ് ഓഫ് എന്തുണ്ട്, കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഓക്കെ, ക്ലിയർ? ഇവിടെയാണ് ശരിക്കും എന്ത് തുടങ്ങുന്നത്, നമ്മുടെ ഫിൽട്രേഷൻ ആരംഭിക്കുന്നത്. ക്ലിയർ? ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ചെന്നുള്ളതാണേ. ഏത് ബ്ലഡ് വെസലാണ് ബ്ലഡിനെ കിഡ്നിയിലോട്ട് ക്യാരി ചെയ്യുന്നത്? നെയിം ദി ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദി കിഡ്നീസ്. ഏതാണ്? ആലോചിച്ചിട്ട് വേഗം പറഞ്ഞേ. യെസ്, എന്താണ്? റീനൽ ആർട്ടറി. അങ്ങനെയാണെങ്കിൽ നെയിം ദി ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദി കിഡ്നി. ഏത് ബ്ലഡ് വെസലാണ് ബ്ലഡ് കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ? ഏതാണ്? റീനൽ വെയിൻ. ക്ലിയർ ആയല്ലോ? ഞാനിപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫിഗറിൻ്റെ താഴെ കുറച്ച് ഹിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അൾട്രാ ഫിൽറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ കിഡ്നീസ് ഏതായിരിക്കും? ഇപ്പം നമ്മുടെ കിഡ്നിയിലെ അൾട്രാ ഫിൽറ്റേഴ്സ് ആരാണ്? ഇനി ഐഡിയ? യെസ്, നെഫ്രോൺസ് ആണ് അൾട്രാ ഫിൽറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ചിലപ്പോൾ നമുക്ക് ഗ്ലോമറുലസ് ആണെന്ന് നമുക്ക് എടുത്ത് പറയാൻ വേണമെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. ഇനി ഞാൻ ചോദിക്കട്ടെ, ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസൻറ്റ് എറ്റ് വൺ എൻഡ് ഓഫ് ദി നെഫ്രോൺ ഏതാണ്? ഇപ്പം ഞാൻ പറഞ്ഞതാണല്ലോ, ഏതാണ്? ബൗമൻസ് ക്യാപ്സ്യൂൾ. യെസ്, ആ ഒരു ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അതെന്താണ്? ബൗമൻസ് ക്യാപ്സ്യൂളാണ്. സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കരുതേ. ഇനി ആ ബൗമൻസ് ക്യാപ്സ്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസിന് എന്താണ് പറയുക? ഗ്ലോമറുലസ് എന്നല്ലേ പറയുക? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അപ്പം തന്നെ ഫില്ലാക്കി പോകണം. അത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എക്സാമിന് ചോദിക്കാം, ഓരോ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. ഇനി നമ്മൾ എഫറൻറ്റ് ആർട്ടീരിയോളിനെ പറ്റിയിട്ട് പഠിക്കും. എഫറൻറ്റും ഉണ്ട്, ഇഫറൻറ്റും ഉണ്ട്. നമ്മൾ പ്രൊനൗൺസിയേഷൻ നോക്കുവാണെങ്കിൽ രണ്ടിനും ഏറെക്കുറെ സെയിം പ്രൊനൗൺസിയേഷനാണ്. പക്ഷേ നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ നമ്മൾ എഫറൻറ്റ് ആർട്ടീരിയോൾ, മറ്റേതിനെ ഇഫറൻറ്റ് എന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ബ്ലഡ് നമ്മുടെ റീനൽ ആർട്ടറി കിഡ്നിയിലോട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അവിടെ നിന്ന് ബ്ലഡ് ഈ പറഞ്ഞ ഗ്ലോമറുലസിൻ്റെ എവിടെ പോവും? ഒരുപാട് കാപ്പിലറീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലോട്ട് ബ്ലഡിനെ കൊടുക്കുന്ന ബ്ലഡ് വെസലാണ് ആര്? എഫറൻറ്റ് ആർട്ടീരിയോൾ. അപ്പോൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്താണെന്ന് ക്ലിയർ ആയെന്ന് മനസ്സിലായി. ഇനി എന്താണ് അടുത്തതാണ്? ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ഇഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ എഫറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബ്ലഡിനെ കാപ്പിലറിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് എന്ത്? ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ദി ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദി കാപ്പിലറി നെറ്റ്വർക്ക് ഓഫ് ഗ്ലോമറുലസ്. ക്ലിയർ? അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കൂടെ പഠിച്ചു. ഏതാണ്? എഫറൻറ്റും ഇഫറൻറ്റും പഠിച്ചു. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നേരെ നോക്കി പോകണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഈ എഫറൻറ്റ് ആർട്ടീരിയോൾ കഴിഞ്ഞ് നമ്മൾ ബൗമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ ഒരു വലിയൊരു ലോങ് ട്യൂബ്യൂൾ കാണാനുണ്ടോ ഫിഗറിൽ? യെസ്, ആ ലോങ് ട്യൂബ്യൂളിനെ പറയുന്ന പേരാണ് എന്ത്? റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, എന്താണ് റീനൽ ട്യൂബ്യൂൾ? ഒരു ലോങ് ട്യൂബ്യൂൾ ആണല്ലേ. അത് എന്തിനൊക്കെ കണക്ട് ചെയ്യും? ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ബൗമൻസ് ക്യാപ്സ്യൂൾ, ആ ബൗമൻസ് ക്യാപ്സ്യൂളിനെ അവസാനം ഒരു വടി പോലെ സംഭവം കാണാല്ലേ, അതിന് നമ്മൾ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയും. ആ കളക്റ്റിംഗ് ഡക്റ്റുമായി ബൗമൻസ് ക്യാപ്സ്യൂളിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, അപ്പോൾ റീനൽ ട്യൂബ്യൂളിനെ നമുക്ക് പിന്നെയും ഡിവൈഡൊക്കെ ചെയ്യാം, പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് നെഫ്രോണിൻ്റെ ലാസ്റ്റ് പാർട്ട് ഏതാണ്? ഞാൻ പറഞ്ഞില്ല ഒരു വടി പോലെ നിൽക്കുന്ന സംഭവം, അതാണ് കളക്റ്റിംഗ് ഡക്റ്റ്. അതെന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കളക്ട് ചെയ്ത് വെക്കുന്നതാണല്ലേ. എന്ത് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്? യൂറിൻ ഫോർമേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് അതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ യൂറിൻ ഫോം ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ കളക്റ്റിംഗ്
ഡക്റ്റിലോട്ടാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലേ, നിങ്ങൾക്ക് കിഡ്നിയുടെ ഇന്നർ പാർട്സ് എല്ലാം മനസ്സിലായില്ലേ? അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഏറെക്കുറെ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ അതിലുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ്? നമ്മൾ യുറീറ്റർ ആ ഫിഗറിൽ കാണുന്നില്ലേ? യെസ്, യുറീറ്ററിൻ്റെ തുടക്ക ഭാഗത്തിന് എന്താണ് പറയുന്നത്? ആ സ്റ്റാർട്ടിങ് പോർഷൻ നമ്മൾ എന്താ പറയാന്നറിയോ? പെൽവിസ് എന്ന് പറയും. എന്താണ്? പെൽവിസ്. അപ്പോൾ യുറീറ്റർ എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ തുടക്ക ഭാഗത്തിന് നമ്മൾ പെൽവിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിഡ്നിയുടെ പാർട്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം അറിയാം അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫിൽട്രേഷൻ, യൂറിൻ ഫിൽട്രേഷൻ, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും.